കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം, ഉച്ചപൂജാലങ്കാരം കഴിഞ്ഞു. നട തുറന്നു. ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അഭൂതപൂർവമായ തിരക്കായിരുന്നു. വളരെ അതികഠിനമായ തിരക്ക്, അങ്ങനെ തന്നെ പറയാം. കൊടിമരം വഴിയായിരുന്നു ഒരുപാട് സമയം വിട്ടിരുന്നത്. രാവിലെ മുതൽ തന്നെ അങ്ങനെയായി. 8 മണിക്ക് ശേഷം, അതായത് പന്തീരടി പൂജ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം ഉച്ചപൂജ വരെ അങ്ങനെ വിട്ടു. അത്രയ്ക്കും അഭൂതപൂർവമായ തിരക്കായിരുന്നു. നമുക്കെന്തായാലും ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാം. ആദ്യം തന്നെ വലിയ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് ഗണപതിനെ കണ്ടു തൊഴാം. അതിനുശേഷം ഗോപുരനട കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. ഇന്നിപ്പോൾ ഇനി ഗുരുവായൂരപ്പന് ശുദ്ധിയൊക്കെയാണ് കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് കാരണം കുറച്ച് വൈകിട്ടൊക്കെ ഇനി വഴുകും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇപ്പോൾ നമുക്ക് തൊഴാൻ പോവാം. ആദ്യം തന്നെ നമുക്ക് വാതിൽപ്പടി കയറാം. വാതിൽപ്പടി കയറുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കാം. അകത്തേക്ക് നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ, സ്വർണ്ണവിളക്കിൻ്റെ പ്രഭ നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ദീപപ്രഭ നമ്മിലേക്ക് എത്തുന്ന പോലെ നമുക്ക് തോന്നും. അതിനുശേഷം നേരെ ഇടത്തോട്ട് നോക്കിയാൽ ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം. കാരണം ആ കമ്പികളൊക്കെ അഴിച്ചു വെച്ചു. ശുദ്ധിയാവുമ്പോൾ, ഗുരുവായൂരപ്പന് ശുദ്ധിയാവുമ്പോൾ ആ മുകളിലുള്ള കമ്പികളൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ സുഖമായിട്ട് കാണാൻ കഴിയും. മേൽപ്പത്തൂരിനെ ഒന്ന് കണ്ടു തൊഴാം. അതേപോലെ ആ തൂണ്, വലതുവശത്തുള്ള തൂണൊന്ന് നോക്കി തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ അകത്തേക്ക്, ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ 2 കാൽപാദങ്ങൾ ഇങ്ങനെ കാണാനുണ്ട്. ഉണ്ണിയുടെ കാൽവളകൾ കാണാനുണ്ട്. പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്ത് അങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തി. കൈവളകൾ കാണാണ്ട്. കയ്യിലതാ വേണുഗോപാലനായിട്ടാണ് അന്നത്തെ രൂപട്ടോ. അതിമനോഹരമായ ഒരു വേണുഗോപാലൻ, ചെറിയൊരു പൊന്നുണ്ണിക്കണ്ണൻ. ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കഴുത്തിൽ ഒരു വളയം പോലത്തെ മാലയും ഒരു പതക്കം പോലത്തെ മാലയും. മാറത്തൊരു ഗോപീതിലകമുണ്ട്. ചെവിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ സുന്ദരമായ തിരുമുടിമാല അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവും. അതേപോലെ വെളുത്ത പൂവിനാണ് കൂടുതൽ പ്രാധാന്യം. ചെറിയൊരു താമരയുടെ അതുണ്ട്. അതേപോലെ 2 വലിയ ഉണ്ടമാലകളുണ്ട്. അതിലും വെളുത്ത പൂവും തുളസിക്കാണ് കൂടുതൽ. അതേപോലെ തന്നെയാണ് മുകളിൽ വിധാനമായിട്ട് 4 തുളസിമാലകൾ കാണാനുണ്ട്. ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ആര്യോദിക്കനാണ്. വളരെ മനോഹരമായ, എന്താ പറയുക, സിമ്പിൾ എനർജറ്റിക് എന്ന് പറഞ്ഞ പോലെ ഉള്ള ആ ഒരു കാഴ്ചയാണ് ശ്രീലകത്ത്. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വേണുഗോപാല സ്വരൂപമാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പനെ കണ്ട് മനസ്സാ തൊഴുതോളൂ. എപ്പോഴാണോ കേൾക്കുന്നത് എൻ്റെ ശബ്ദം, ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്നിട്ട് ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ് എന്നങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ശ്രദ്ധ നമ്മളിലേക്ക് എത്തും. ഭക്തർക്ക് മുന്നിൽ ദാസനായിട്ട് എപ്പോഴും വിളങ്ങുന്ന ഭഗവാനാണ്. അപ്പോൾ നമ്മൾ വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഗുരുവായൂരപ്പൻ്റെ ആ ചൈതന്യം എത്തും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അതിനുശേഷം നമ്മളിങ്ങനെ പതുക്കെ ഇറങ്ങുകയാണ്. ആദ്യം തന്നെ ആ അഗ്നികോണിൽ, ബലി തൂവുന്ന അഗ്നികോണിലൊന്ന് നോക്കി തൊഴുതു. അതുപോലെ ആ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നീട് അച്ചുമരൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഹാലിലെ കണ്ണനെ കാണാം. അതൊന്ന് നോക്കി തൊഴുതു. സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. പിന്നീട് വരുമ്പോൾ ആ ഗണപതി സ്വാമിയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ നിന്ന് നിറയെ മാലകൾ കാണാനുണ്ട്. നല്ല മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ അർച്ചനപ്പൂക്കൾ ധാരാളം അർച്ചന നടത്തിയിട്ടുണ്ട്.
2 കദളിപ്പഴം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഘ്നേശ്വരനെ കണ്ടു തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ തിരിഞ്ഞ് സരസ്വതി ദേവീനെ നോക്കിയാലോ, 3 വെളുത്ത മാല ഉണ്ട്, മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ട് ഫോട്ടോൻ്റെ മുകളിൽ. സരസ്വതി ദേവീനെയും പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ടു, ഗണപതി സ്വാമീനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ആ സൈഡിലൂടെ വരുമ്പോൾ ആ ചെറിയ ഗണപതിനെ കണ്ട് ഒന്ന് തൊട്ട് തലോടി വരാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള ആ രൂപങ്ങളൊക്കെ കണ്ട് തൊഴുതു. അങ്ങനെ വരുമ്പോൾ ആ മേൽശാന്തിൽ അവിടുന്ന് ആരോധിക്കരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ആ പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാം. അത് കഴിഞ്ഞാൽ വീണ്ടും നരസിംഹാവതാരം കാണാം, ആ വാമനാവതാരം കാണാം. അത് കഴിഞ്ഞ് ആ വിഷ്ണു, ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണുവിനെ കാണാം, ഗജേന്ദ്ര മോക്ഷം കാണാം. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അനന്തശായിയായ അനന്തപത്മനാഭസ്വാമീനെ നോക്കിയാൽ ഇന്ന് വളരെ മനോഹരമായിട്ട് പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട്. വെളുത്ത പൂക്കളുണ്ട്. സർപ്പങ്ങളുടെ അനന്തൻ്റെ തലകൾ മുഴുവൻ 5 തലയിങ്ങനെ ഓരോ കണ്ണിയായിട്ട് വട്ടത്തിലിങ്ങനെ പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച. അങ്ങനെ അവിടെ തൊഴുതു. പിന്നീട് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. പെണ്ണുങ്ങളൊക്കെ സ്ത്രീകളൊക്കെ അവിടെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ശ്രീരാമചന്ദ്രനെയും ബലരാമനെയും അതേപോലെ പരശുരാമനെയൊക്കെ കണ്ട് ഇങ്ങനെ വരിക. ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ കണ്ണൻ്റെ അടുത്ത് നിറയെ മാലകളുണ്ട്. അതൊക്കെ കണ്ട് തൊഴുത് മുരുകൻ്റെ അടുത്ത് വന്നപ്പോൾ ഭസ്മാഭിഷേകമുണ്ട്. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്തൊരു മുട്ടുമാല മാത്രമേ കാണാറുള്ളൂ, കുങ്കുമൊന്നും ഇല്ല. അപ്പോൾ പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ടു പ്രാർത്ഥിച്ചു. വീണ്ടും നമ്മൾ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു. പിന്നെ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു. ശേഷം കുറച്ച് പടിഞ്ഞാട്ട് ഇങ്ങോട്ട് മാറിയാൽ നമ്മളെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുതു. പിന്നീട് നമ്മൾ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ മണിക്കിണർ കാണാം, ഗ്രില്ലിൻ്റെ അവിടെ വന്ന. അതേപോലെ നൃത്ത അറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചാൽ ഏത് രൂപത്തിലാണോ നമ്മൾ സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ തന്നെ ഭഗവാൻ ദർശനം ഏകും. അങ്ങനെ കണ്ടു തൊഴുതു. പിന്നെ അങ്ങനെ പോരുമ്പോൾ കുറൂരമേനെയും അതേപോലെ കൃഷ്ണാട്ട വിഗ്രഹവും നാരദരെയും ഒക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ എത്തിയാൽ ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. എന്നാൽ അവിടെ അത്രയ്ക്ക് തിരക്കില്ല കേട്ടോ. പുറത്തൊക്കെ നല്ല തിരക്കാണ്, പക്ഷേ ഇവിടെ അത്ര തിരക്കില്ല. അങ്ങനെ അവിടുന്ന് തൊഴുത് വരാം. വീണ്ടും നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് വരാം. അവിടെ കുറച്ച് തിരക്കുണ്ട്, എന്നാലും നമുക്കതിനെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാം. അങ്ങനെ പോയാൽ ഭഗവതി ഇന്ന് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ചുവന്ന പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ വട്ടത്തിൽ വലിയ പൊട്ടൊക്കെ ഇട്ട് തൊട്ടിട്ടാണ് ഇരിക്കുന്നത്. ഭക്തരെ കാത്ത് ഇരിക്കുകയാണ് അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മേനെ കണ്ട് തൊഴുതു. അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നേരെ വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂർ പോയി ദർശനം നടത്തുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ ദർശനം നടത്തിയ പ്രതീതി ഉണ്ടാവും.
അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ആ തുലാഭാര കൗണ്ടറിൻ്റെ അവിടെയും അതേപോലെ ആൾ രൂപ വഴിപാട് കാണാം. ആ മഞ്ചാടിക്കുരു കുന്നിക്കുരുവൊക്കെ ഇതാക്കുന്ന സ്ഥലം കാണാം. അത് കഴിഞ്ഞാൽ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഇന്നിപ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്നുള്ള ദർശനം കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം പുറത്തുനിന്നേ കാണാം. എന്നാലും തൊഴാം. ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മളെ വേണുഗോപാല സ്വരൂപം ഒന്നുകൂടി കണ്ടു തൊഴാം. വീണ്ടും നമ്മൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് അവിടുന്ന് തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെയും കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കണ്ടു തൊഴാം. അതുപോലെ ഒന്ന് പുറകിലേക്ക് ഇറങ്ങി നിന്ന കൊടിമരത്തിൻ്റെ മുകളിലെ ഗരുഡധ്വജനെയും കണ്ടു തൊഴാം. അപ്പോൾ ഇന്നത്തെയും നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.